തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്ടിലെ ഒരു കുടുംബത്തിലെ 5 പേരെ മകൻ 23 വയസ്സുള്ള അഫാൻ വെട്ടിക്കൊലപ്പെടുത്തി. അതിദാരുണമായ നിഷ്ഠൂരമായ കൊലപാതകമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവം 23 വയസ്സുള്ള പ്രതി ഇന്ന് വൈകിട്ട് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. താൻ 6 പേരെ വെട്ടിക്കൊന്നിട്ടാണ് വരുന്നതെന്നാണ് അവിടെ കൺഫസ് ചെയ്തത്. പോലീസിന് അത് വിശ്വസിക്കാൻ പറ്റില്ല. 23 വയസ്സുള്ള സ്മാർട്ടായ ഒരു പയ്യൻ 6 പേരെ വെട്ടിക്കൊന്നെന്ന് പറഞ്ഞിട്ട് പോലീസിന് അത് വിശ്വസിക്കാൻ പറ്റാതെ വരുന്നു. പക്ഷേ ഇയാൾ പറഞ്ഞു അവരെ കൊന്നിട്ട് ഞാൻ എലിവിഷം കഴിച്ചിട്ടുണ്ട് എന്ന്. ഇയാളെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അവർ കൊണ്ടുപോയി. അതോടൊപ്പം തന്നെ അവൻ ആ പ്രതി പറഞ്ഞ 3 സ്ഥലത്തും പോലീസ് നീങ്ങി. ആദ്യമായിട്ട് കൊന്നത് തൻ്റെ അമ്മയുടെ അമ്മയാണ്, വല്യമ്മ, അല്ലെങ്കിൽ തൻ്റെ പിതാവിൻ്റെ അമ്മ വല്യമ്മ, അല്ലെങ്കിൽ 88 വയസ്സുള്ള വല്യമ്മയാണ് ആദ്യം കൊന്നത്. കാരണം സാമ്പത്തിക പ്രശ്നം ഈ പയ്യനുണ്ടായി. അതുകൊണ്ട് വല്യമ്മയുടെ മാല ചോദിച്ചു. വല്യമ്മ പറഞ്ഞ് തരില്ല എന്ന് പറഞ്ഞ് അവനെ മടക്കി അയച്ചു. 88 വയസ്സുള്ളതാണ് വല്യമ്മ. അതിനുശേഷം വല്യമ്മയാണ് ഇപ്പം ആദ്യം കൊന്നത്. 4:30 മണിക്കാണ് കൊന്നത്. വെട്ടിക്കൊല്ലുകയായിരുന്നു. അത് കയ്യിലിരുന്ന ചുറ്റി കൊണ്ട് തലക്കടിച്ചും കത്തി കൊണ്ട് കുത്തിയും തന്നെയാണ് കൊന്നത്. അതിനുശേഷം നേരെ തൻ്റെ വീട്ടിലെത്തി. തൻ്റെ വീട്ടിൽ താൻ വിളിച്ചുകൊണ്ടുവന്ന പെൺകുട്ടിയുണ്ട്, തൻ്റെ ഉമ്മയുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന തൻ്റെ ഇളയ സഹോദരനുണ്ട്. ആ 3 പേരെയും ഇയാൾ വെട്ടിക്കൊന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇയാളുടെ ഉമ്മ ഇപ്പം മെഡിക്കൽ കോളേജിൽ അതീവ ഗുരുതാവസ്ഥയിൽ കിടപ്പുണ്ട്. അതേസമയത്ത് ഈ പ്രതിയായ അഫാൻ്റെ ഇളയവൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഫ്സാനെ വെട്ടി കൊന്നുകളഞ്ഞു. അടുത്ത ദിവസം ഇയാൾക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നിരുന്നു. അത് അവരുടെ ബന്ധുക്കൾ തന്നെയാണ്. മുൻ സൈനികൻ്റെയും ഭാര്യയുടെയും മകളെ വിളിച്ച് ഇയാളുടെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നു. വീട്ടിൽ വെച്ച് അമ്മയെ വെട്ടി, ആ പെൺകുട്ടിയെ വെട്ടിക്കൊന്നു. അതേസമയത്ത് ഇളയ സഹോദരൻ 9ാം ക്ലാസ്സുകാരനെ അവനെയും വെട്ടിക്കൊന്നു. വളരെയധികം ഇഷ്ടമുള്ള സഹോദരനായിരുന്നു. ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സഹോദരനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രംഗങ്ങളൊക്കെ നമുക്ക് കാണാം. ഈ കുടുംബം വിദേശത്തായിരുന്നു. 2 വർഷമായി നാട്ടിൽ വന്നിട്ട്. സാമ്പത്തിക പ്രതിസന്ധികളൊന്നുമില്ല എന്നാണ് നാട്ടുകാർ പറയുന്നെങ്കിലും ഈ പയ്യനെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. അതുകൊണ്ടാണ് വല്യമ്മയുടെ അടുത്ത് പോയി ആദ്യം 88 വയസ്സുള്ള ഉമ്മയുടെ അടുത്ത് അവരുടെ കഴുത്തിലടിഞ്ഞ സ്വർണ്ണമാല ചോദിച്ചത്. അതുകൊണ്ടാണ് വൈരാഗ്യത്തിൽ അവരെ ആദ്യം വെട്ടിക്കൊന്നത്. തുടർന്ന് വന്നിട്ടാണ് തൻ്റെ വീട്ടിലെ തൻ്റെ അമ്മയെ വെട്ടി കൊന്നു എന്നാണ് വിചാരിച്ചത്. അവരിപ്പോഴും സർവൈവ് ചെയ്യുന്നു. അതേസമയത്ത് താൻ അടുത്ത ദിവസം വിളിച്ചുകൊണ്ട് വന്ന പെൺകുട്ടിയെ കൊന്നു. തൻ്റെ ഇഷ്ടമുള്ള ഇളയ സഹോദരനെയും വെട്ടിക്കൊന്നു. പിന്നീട് നേരെ അയാൾ വെഞ്ഞാറമൂട് പെരപ്പങ്കോടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് മുൻ സൈനികനും ഭാര്യയും ലത്തീഫും ഷാഹിദയും താമസിക്കുന്നു. അവരുടെ മകളെയാണ് വിളിച്ചുകൊണ്ട് വന്നത്. അവരെ 2 പേരെയും വെട്ടിക്കൊലപ്പെടുത്തി. അവർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചു പോലീസ്. വല്യമ്മ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചു. സ്വന്തം സഹോദരൻ ആ പയ്യനും വിളിച്ചുകൊണ്ടുവന്ന പെൺകുട്ടിയും കൊല്ലപ്പെട്ടു എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആ പ്രതിയുടെ അമ്മ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ജീവന് വേണ്ടി മല്ലിട്ട് മെഡിക്കൽ കോളേജിൽ ഗുരുകുലത്ത് ആദ്യം കൊണ്ടുപോയെങ്കിലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയെങ്കിലും പിന്നീട് ഇപ്പം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് എന്നാണ് വിവരം. എന്തായാലും 3 സംഭവം നടന്ന 3 പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇയാൾ കൺഫസ് ചെയ്യാനായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുമ്പം ഒരു ഓട്ടോറിക്ഷയിലാണ് അവിടെ വന്നത്. ഇയാൾ വീട്ടിൽ നിന്ന് വരുമ്പം അവിടുത്തെ ഗ്യാസ് തുറന്നു വിട്ട് അതിനുശേഷമാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങുന്നത്. ഇയാളുടെ ആ അവസരത്തിൽ പോലീസിനടുത്ത് പറയുമ്പോൾ 6 പേരെയും വെട്ടിക്കൊന്നു എന്നാണ് മൊഴി കൊടുത്തത്. അതോടൊപ്പം തന്നെ ഇയാളും മരിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എലിവിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏതായാലും പോലീസ് എല്ലാ സ്ഥലത്തും എത്തിക്കഴിഞ്ഞു.
അവിടെ മെഡിക്കൽ കോളേജിൽ ഈ പ്രതിയെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മ ഗുരുതരാവസ്ഥയിൽ തന്നെ കിടക്കുകയും ചെയ്യുന്നു. ഇയാൾ എല്ലാവരുടെയും തലക്കിട്ട് ചുറ്റി കൊണ്ടാണ് അടിക്കുന്നത്. ഇയാൾ ഒരു അഡിക്റ്റ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇയാൾക്ക് ഈ ഡ്രഗ്സ് വാങ്ങിക്കാനും മറ്റും പണം തികയാതെ വരുന്നത്. ഏതോ ചില ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട് നാട്ടിൽ എങ്കിലും പൊതുവെ എല്ലാവരും ഒരു നല്ല സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമാണ് എന്ന് കരുതി. അഫ്സാൻ്റെ പിതാവ് ഇപ്പോഴും ഗൾഫിലാണ്. 2 വർഷമായി കുടുംബം അവിടെ നിന്ന് മടങ്ങി ഇവിടെ വന്ന് താമസം തുടങ്ങിയിട്ട് പിതാവ് മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. എന്തായാലും കേരളത്തെ ഞെട്ടിച്ച, പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തെ ഞെട്ടി വിറപ്പിച്ച അതിക്രൂരമായ നിഷ്ഠൂരമായ ഒരു കൊലപാതകം തന്നെ. കാരണം എക്സ് സർവീസുകാരനാണ് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ ലത്തീഫും ഷാഹിദയും അവരുടെ വീട്ടിൽ പോയി വെട്ടിക്കൊന്നു അവസാനം. ഏതായാലും 6 മരണം നടത്തിയെന്ന് പറഞ്ഞെങ്കിലും ഒരാളിപ്പം മരണത്തോട് മല്ലിട്ട് കിടക്കുന്നു. ബാക്കി 5 പേരും കൊല്ലപ്പെട്ടു എന്നതാണ് ഇപ്പം വരുന്ന വാർത്തകൾ. ഈ വാർത്ത റിപ്പോർട്ടർ ചാനലൊക്കെ ഇത് കുട്ടികളാരും ശ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ വാർത്ത പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മുടെ വീടുകളിൽ, എല്ലാ വീടുകളിലും ഇതുപോലെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നുണ്ട്. കുട്ടികളെല്ലാം ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേപ്പറ്റി കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ചാനലിൽ ഞാൻ 1-2 പ്രാവശ്യം സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. കാരണം ഇത് ആരോഗ്യമന്ത്രി ശ്രദ്ധിക്കണം, ഗവൺമെൻറ് ശ്രദ്ധിക്കണം, മുഖ്യമന്ത്രി ശ്രദ്ധിക്കണം, പോലീസ് ശ്രദ്ധിക്കണം. കാരണം നമുക്ക് എല്ലാ താലൂക്ക് ആശുപത്രികളിലും പ്രത്യേകമായ 5-6 മുറി ഇതുപോലെ ഡ്രഗ് അഡിക്റ്റായ കുട്ടികളെ പാർപ്പിക്കാൻ വേണ്ടി കരുതിയേ പറ്റൂ നമുക്ക്. കാരണം അവിടെ മറ്റു രോഗികളല്ല, ഇവരെ രഹസ്യമായിട്ട് നമുക്ക് ഊളംപാറയിലെ സൗകര്യം നമുക്കറിയാം, അങ്ങനെ പറ്റില്ല. അങ്ങോട്ട് ആരും പോകില്ല, അങ്ങോട്ട് അഡിക്റ്റായ കുട്ടികളെ കൊണ്ടുപോകില്ല. അതിന് പകരം താലൂക്ക് ആശുപത്രികളിലെല്ലാം പ്രത്യേക ഒരു വാർഡ്, അവിടെ മറ്റുള്ളവരുമായിട്ട് അധികം ബന്ധമില്ലാത്ത രീതിയിൽ പ്രത്യേക വാർഡ് നിർമ്മിക്കുകയോ അതിനോട് ചേർന്ന് കെട്ടിടത്തിൽ വേക്കൻ്റായ ഭാഗം ഒഴിപ്പിച്ചിടുകയും അവിടെ 10-15 പേരെയെങ്കിലും അല്ലെങ്കിൽ 10-30 പേരെയെങ്കിലും താമസിക്കാനുള്ള ഓരോ ജനറൽ വാർഡ് ഉണ്ടാക്കണം. അത് മുഴുവൻ നമുക്ക് അറ്റാച്ച്ഡായ എല്ലാ ഫെസിലിറ്റിയും അവർക്ക് വേണം. വെള്ളം വേണം, അവരെ നോക്കാനായിട്ടുള്ള ആൾക്കാർ, സെക്യൂരിറ്റിക്കാരാണ് സെക്യൂരിറ്റി. ഓരോ ഇതുപോലെയുള്ള അഡിക്റ്റായ കുട്ടികളെ നോക്കാനും ആൾ കൊടുക്കണം, അല്ലെ സോഷ്യൽ വർക്കർ ഉണ്ടാകണം. അവിടെ നമുക്ക് ഡ്രഗ് അബ്യൂസ് ചെയ്ത അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റായ കുട്ടികളെ നമുക്ക് പാർപ്പിക്കണം. കാരണം 18 വയസ്സിനകത്തുള്ളതും ഇപ്പോൾ 21കാരനായാലും ശരി, 30 വയസ്സുകാരനായാലും ശരി, 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളായാലും ശരി, അവിടെ താലൂക്ക് ആശുപത്രിയിൽ പ്രത്യേക വാർഡ് നിർമ്മിക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. അത് എത്രയോ നാൾ മുമ്പ് നമ്മൾ ഇത് ചെയ്യേണ്ടതായിരുന്നു, അത് ഇതുവരെ ചെയ്തില്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമായി ഇത് മാറണം. അല്ലാതെ നമുക്ക് ഇതിനകത്ത് നിന്ന് വേറെ ഇവരെ രക്ഷപ്പെടുത്താൻ ഒക്കില്ല. ഓരോ കുടുംബത്തിലും ഡ്രഗ് അഡിക്റ്റായ കുട്ടികൾ വീട്ടുകാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള കുട്ടികളെ അല്ലെങ്കിൽ മേജറെ അല്ലെങ്കിൽ 30-35 വയസ്സുള്ള ആൾക്കാരെ നമ്മൾ പാർപ്പിക്കാൻ പ്രത്യേക സൗകര്യം എല്ലാ താലൂക്ക് ഓഫീസുകളിൽ പ്രത്യേക ഡിവിഷൻ ഉണ്ടാക്കണം അടിയന്തരമായിട്ട്. ഇത് കേരളത്തിൻ്റെ നാശത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ കുടുംബത്തിൻ്റെ ഭദ്രതകളെല്ലാം പോയി കഴിഞ്ഞു. അത് ഡ്രഗ്സാണ്. ആ ഡ്രഗ്സിൻ്റെ സോഴ്സ് നമുക്ക് അത് എവിടുന്ന് വരുന്ന കുറേയൊക്കെ പിടിക്കാൻ പറ്റുമെങ്കിലും പോലീസും അതുപോലെ എക്സൈസും അത് നല്ല ജോലി ഇക്കാര്യത്തിൽ ചെയ്യുന്നുണ്ട്. ടണ്ണ് കണക്കിന് കഞ്ചാവുകളാണ് നമ്മൾ പിടിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഡ്രഗ്സും അതുപോലെ തന്നെ കിലോ കണക്കിന് MDMAയും മറ്റുള്ള ഡ്രഗ്സുകളും വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ വീട്ടിലും പ്രായമുള്ളവരും ഒക്കെ ഇത് കഴിച്ചു തുടങ്ങിക്കഴിഞ്ഞു. കാരണം പ്രായമുള്ളവരും അവരുടെ മക്കളെ കൊല്ലുന്നു, മക്കൾ അപ്പനമ്മമാരെ കൊല്ലുന്ന ആ സ്ഥിതിവിശേഷം ദൈനംദിനം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയാം. അടിയന്തരമായിട്ട് നമുക്ക് എല്ലാ ഹോസ്പിറ്റലിലും സർക്കാരിന് സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വാർഡ് ഡ്രഗ്സിന് വേണ്ടി മാത്രം മാറ്റിയിടണം. അത് പ്രത്യേകം അത് വാതിലും ജനലുകളും എല്ലാം പ്രത്യേക തരത്തിൽ അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കണം. അവിടെ നമുക്ക് സൈക്കാട്രി ഡോക്ടറുടെ സേവനം വേണം, അവിടെ ജനറൽ മെഡിസിൻ്റെ സേവനം വേണം. അങ്ങനെ കുട്ടികളെയും അല്ലെങ്കിൽ ഇതുപോലുള്ള ചെറുപ്പക്കാരെയും ആരായാലും ശരി ഡ്രഗ് അഡിക്ഷന് പ്രത്യേക വാർഡുകൾ. ഇതിന് വേറെ പരിഹാരമൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. അതുകൊണ്ട് എല്ലാ താലൂക്ക് ഓഫീസുകളിലും ഒരു 10-50 പേരെ എങ്കിലും ഒരു വാർഡ് പുതിയതായിട്ട് ഷെഡ് കെട്ടി ഉണ്ടാക്കിയാലും വേണ്ടില്ല. കാരണം അതൊക്കെ അധികം പണം മുടക്കാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് പ്രത്യേക ഡ്രസ്സ് കയറ്റി അത് ജനറൽ ഒറ്റ വാർഡ് സൃഷ്ടിച്ച് എല്ലാ ആശുപത്രി കോമ്പൗണ്ടുകളിലും നമുക്കിത് ചെയ്യേണ്ടിയിരിക്കുന്നു. അവിടെ ട്രീറ്റ്മെൻറ്റ് വേണം, അവർക്ക് വേറെ കൗൺസിലിംഗ് കൊടുക്കണം, ഡി അഡിക്ഷൻ അതിൻ്റെ മരുന്ന് കൊടുക്കണം. അത് 24 മണിക്കൂറും വാച്ച് ചെയ്യാനും 30 ദിവസം
45 ദിവസം അല്ലെ 90 ദിവസം വരെ അവരെ അവിടെ ഇട്ട് അവരെ നല്ല രീതിയിൽ അവരെ നമ്മുടെ സമൂഹത്തിലേക്ക് തിരിച്ചുവിടാനുള്ള സംവിധാനം അടിയന്തരമായി ആരോഗ്യ വകുപ്പും അതുപോലെ മുഖ്യമന്ത്രിയും അതുപോലെ DGP ഉൾപ്പെടെയുള്ളവർ ഇത് ശ്രവിച്ചിട്ട് അല്ലാതെ നമുക്ക് വേറൊരു മാർഗം കാണുന്നില്ല നമ്മുടെ കുട്ടികളെ നമുക്ക് രക്ഷപ്പെടുത്താൻ, അല്ലെ നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ. അതുകൊണ്ടാണ് ഇതല്ലാതെ, കാരണം ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലുള്ള കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ ഓരോ ജില്ലകളിലും അവിടുത്തെ താലൂക്ക് 3, 4, 5, 6 താലൂക്ക് ഹോസ്പിറ്റൽ കാണും. അവിടെ ഇത് പ്രത്യേകമാണ്. കാരണം എല്ലായിടത്തും ഒരിടത്ത് കൊണ്ടുവരാനൊന്നും പറ്റില്ല. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് സംശയമുള്ള കുട്ടികളെ അവർ കൗൺസിലിംഗ് സെൻറ്ററിൽ അയച്ചു അവരുടെ റെക്കമെൻഡേഷൻ കൂടി ഇതുപോലെയുള്ള വാർഡുകൾ സൃഷ്ടിച്ച് അവരെ ട്രീറ്റ് ചെയ്ത് അവരെ 90 ദിവസമോ 120 ദിവസമോ അല്ലെങ്കിൽ 30 ദിവസമോ ചെറിയ ചെറിയ കേസുകളൊക്കെ 30-45 ദിവസം കൊണ്ട് നമുക്ക് കൗൺസിലിംഗ് കൊണ്ടും ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റും ഒക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരാം. അല്ലാതെ ഗോൺഗായ കേസുകളെല്ലാം ചിലപ്പോൾ 1 വർഷം വരെ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അതിനുള്ള സംവിധാനം ഇവിടെ കൊണ്ട്, അല്ലാതെ വേറൊരു മാർഗവും ഞാൻ കാണുന്നില്ല. അടിയന്തരമായി ആരോഗ്യമന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ ഹെൽത്തിൻ്റെ ഡയറക്ടറും അതുപോലെ ആരോഗ്യത്തിൻ്റെ സ്പെഷ്യൽ സെക്രട്ടറിയും അതുപോലെ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിമാരും അതായത് ജില്ലാ കളക്ടർമാരും ഇത് ശ്രദ്ധിക്കണം. നമുക്ക് വേറൊരു മാർഗമില്ലാത്തതുകൊണ്ട് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത് അത് പരിഗണിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്.